الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും അവൻ്റെ ഔദാര്യവുമാണ് ഈ റമളാനിൽ കഴിഞ്ഞുകൂടാൻ കഴിയുക എന്നത്. ഏറെ ശ്രദ്ധയും ഗൗരവവും ഉണ്ടാവണമെന്നാണ് വളരെ ഗൗരവത്തോടുകൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ആയുസ് എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാവാം. ഒന്നെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും റമളാനിലെ പുണ്യകർമ്മങ്ങളിലൂടെ ഗൗരവത്തോടെ പോകാൻ നമുക്ക് സാധ്യമാവില്ല. ഇതേപോലെ ആരോഗ്യത്തോടെ ഇരിക്കുകയും അള്ളാഹു നമുക്ക് ഇബാദത്തിന് തൗഫീഖ് നൽകുകയും ചെയ്താൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം ഏറെ ശ്രദ്ധയോടെ മുതലെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനെ അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞുകൊണ്ട് ധാരാളം വചനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്വഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിലെ 3 ഹദീസുകൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുക, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന 3 ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റൊരു ഹദീസ്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി.
അടുത്തത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ 3 ഹദീസുകളിലെയും പരാമർശം റമളാനുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ടതായി പറയുന്ന പ്രതിഫലം കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നാണ്. ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ സിയാമും ഖിയാമുമാണ്, നോമ്പും രാത്രിയിലെ നിസ്കാരവുമാണ്. അത് എല്ലാ രാത്രിയിലുമുള്ള നിസ്കാരവും, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലുള്ള നിസ്കാരവും. പക്ഷെ അതെല്ലാം ഈമാനും ഇഹ്തിസാബോടെയും ആവണം എന്നതാണ് ഷർത്ത്. ഈമാനും ഇഹ്തിസാബും ഉണ്ടാവണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഷർത്ത് വെച്ചത്. എന്ന് പറഞ്ഞാൽ കൃത്യമായ വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ സമ്പൂർണമായും സമർപ്പിക്കുന്നു എന്ന വിശ്വാസത്തോടെയും അവൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലം തനിക്ക് ലഭിക്കുമെന്ന ആഗ്രഹത്തോടെയും ആവണം ഓരോ കർമ്മങ്ങളും ചെയ്യാൻ. പ്രധാനപ്പെട്ട നോമ്പും അതുപോലെ തന്നെ ഖിയാമും ഈ 2 നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ അതുകൊണ്ട് ലഭ്യമാകേണ്ടുന്ന പ്രതിഫലം ലഭിക്കില്ല എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാനിലുള്ള ആളുകൾ ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏത് കർമ്മങ്ങളിലും ഈമാനും ഇഹ്തിസാബും ഉണ്ടാവണം. വേറെ ഒരു ലാഭവും വേറൊരു താല്പര്യവും അതിലുണ്ടാവരുത്. അടിയുറച്ച വിശ്വാസമുണ്ടാവണം. അതോടൊപ്പം തന്നെ അള്ളാഹു അതിന് നൽകാൻ അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ആഗ്രഹിക്കുകയും വേണം. ഈ 2 ഘടകങ്ങൾ ചേർത്ത് വെച്ചിട്ടല്ലാതെ പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉണ്ടാവരുത് എന്ന് ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ റമളാനിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏകദേശം 11ഓളം കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുകയുണ്ടായി. റമളാനിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാൾ ചെയ്യാൻ പാടില്ലാത്ത, പരിശുദ്ധ റമളാനിൽ അയാൾ ശ്രദ്ധിക്കേണ്ടതും പലപ്പോഴും മറന്നു പോകുന്നതുമായ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റമളാനിൽ ഒരു വിശ്വാസി എന്തൊക്കെ ചെയ്യണം എന്നാണ്. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൽ നല്ലതാണ്. എല്ലാത്തിനും ഒരു ടൈം ടേബിൾ വേണമല്ലോ. കൃത്യമായ ഒരു കാൽക്കുലേഷൻ വേണം. ഇന്നതൊക്കെ ചെയ്യണം, അതുണ്ടാവണമെന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നത് നോമ്പാണ്. നോമ്പ് പിന്നെ സ്വാഭാവികമാണ്. റമളാനിൽ എന്തായാലും എല്ലാവരും നോമ്പെടുത്തിരിക്കും. നോമ്പെടുക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പെടുക്കും. നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, രോഗമുണ്ട്, പ്രയാസപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മിൻകും മർദാ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, യാത്ര പോവുകയാണ്, രോഗിയാണ് എങ്കിൽ വേറെ ദിവസങ്ങളിൽ എടുത്താൽ മതി. റമളാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ദിവസം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ വളരെയധികം പ്രയാസകരമായി നോമ്പെടുക്കാം, പക്ഷെ ഒറ്റ പ്രയാസമായിരിക്കും. അങ്ങനെ വളരെ പ്രയാസത്തിൽ ഞെരുങ്ങിക്കൊണ്ടല്ലാതെ പ്രയാസത്തോടെ അല്ലാതെ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഫിദിയ കൊടുത്താൽ മതി. ഗർഭിണികളെ പോലെ, മുലയൂട്ടുന്നവരെ പോലെ അവർ ഫിദിയ കൊടുത്താൽ മതി എന്നാണ്. ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവനുള്ള തആമു കൊടുക്കണം എന്നാണ്. അപ്പോൾ അല്ലാത്ത ആളുകളൊക്കെ നോമ്പെടുക്കും. പക്ഷെ നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ച ഒന്നും കൂടി പറയാണ്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബ. നോമ്പിൽ ശരിക്ക് നമ്മുടെ കയ്യിൽ എഴുതി വെക്കേണ്ടുന്ന സാധനമാണിത്. ഇടക്കിടക്ക് നോക്കേണ്ട സാധനം എന്ന് ഞാൻ പറയും. ഈ ഹദീസ് ഇടക്കിടക്ക് കയ്യിൽ ഉണ്ടാവണം ഈ പാചകം. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബ. ഒരാൾ മോശമായ വാക്കും പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. നിങ്ങൾ പട്ടിണി ഇരിക്കുന്നതുകൊണ്ടും ദാഹം
ക്ഷമിച്ചിങ്ങനെ ഇരിക്കുന്നുകൊണ്ടും അള്ളാഹ്ക്ക് യാതൊരു കാര്യമില്ല. ഈ വാചകം വളരെ ഗൗരവത്തോടുകൂടി എഴുതി വെക്കേണ്ടതാണ്. നമ്മളെ കൂടെ ഉണ്ടാവണം. റമദാനിലെ മുഴുവൻ സമയങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവണം. മോശമായ വാക്ക്, പ്രവൃത്തി ഇത് രണ്ടും ഉണ്ടാവരുത്. അതെന്തൊക്കെയാണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും പ്രത്യേകിച്ചറിയാം. 3 ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന് കളവാണ്, മറ്റൊന്ന് ഗീബത്താണ്, മറ്റൊന്ന് അപവാദാണ്. പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. കളവ് പറയുക, ഗീബത്ത് പറയുക, അപവാദ പ്രചരണം നടത്തുക. അപ്പോൾ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് 5 നേരത്തെ നമസ്കാരങ്ങളും അതിൻ്റെ വഖത്തിൽ നിർവഹിക്കുക. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ 2 പ്രധാനപ്പെട്ട ആളുകൾ പൂട്ടപ്പെട്ടിരിക്കുകയാണല്ലോ, അല്ലേ? 2 പ്രധാനപ്പെട്ട ആളുകൾ പൂട്ടപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന, ശക്തമായി ഉപദ്രവിക്കുന്ന ധിക്കാരികളായ പിശാചുക്കൾ, മറ്റു ശൈത്താന്മാരും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എളുപ്പമാണ്. പിന്നെ ഹവ മാത്രം നിയന്ത്രിച്ചാൽ മതി. ഹവയിലൂടെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പിശാചുക്കൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വല്ലാതെ പിന്നോട്ട് വലിക്കുന്നവനൊക്കെ പൂട്ടപ്പെട്ടിരിക്കുന്നു. അപ്പം അവരാരും നമ്മളെ ശല്യം ചെയ്യാൻ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റൂല. ഹവയെ നിയന്ത്രിച്ചുകൊണ്ട്, ഇച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് ശക്തമായി 5 നേരം നിസ്കാരവും അതിൻ്റെ ജമാഅത്തിൻ്റെ സമയത്ത് അതിൻ്റെ വഖത്തിൽ നിർവഹിക്കുക. ഇത് റമദാനിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കരിക്കാത്തവൻ നോമ്പെടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവൻ എന്തിനാ പട്ടിണിയിരിക്കണത്? ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. പിന്നെ ഒരു സങ്കടം പറയാം ഞാൻ, നിങ്ങളെന്നോട് ക്ഷമിക്കണം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റൂല. അപ്പം പറഞ്ഞാലുണ്ട് ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടാത്തവനെ നോക്കിയിട്ട് പറയാതിരിക്കാൻ എനിക്ക് പറ്റൂല. വളരെ പ്രധാനപ്പെട്ടതാണ്. 5 നേരത്തെ നിസ്കാരാവട്ടെ, അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. തറാവീഹിന് ഇടിച്ചിങ്ങോട്ട് കയറും. 5 നേരത്തെ നിസ്കാരത്തിന് ജമാഅത്തിന് ഓനൊരു ശ്രദ്ധയില്ല. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. പക്ഷെ തറാവീഹിനുണ്ട് ഇടിച്ചു കയറും. എന്തിനാണത്? ഫർള് കൃത്യമാക്കാതെ എന്ത് സുന്നത്താടോ? അതിനാകട്ടെ ഒരാൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കുറേ ഖുർആൻ നീളമായി ഓതി നിസ്കരിക്കണമെങ്കിൽ അനുവദിക്കപ്പെട്ട കാര്യമാണത്. പക്ഷെ 5 നേരം നിസ്കാരം അത് അനുവദിക്കുന്നില്ല. ജമാഅത്ത് പുരുഷൻ പള്ളിയിലാണ്. സ്ത്രീകൾക്ക് സാധിക്കുമെങ്കിൽ പള്ളി വരണം, സാധിക്കുമെങ്കിൽ പള്ളിയിൽ വരട്ടെ എന്നാണ്. തറാവീന് നിബന്ധന ഇല്ല. അങ്ങനത്തെ നിബന്ധന, നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ഒരാൾക്ക് സുദീർഘമായി ഖുർആൻ വീട്ടിൽ നിന്ന് അങ്ങനെ കാണാപ്പാഠം ഓതി ഇങ്ങനെ നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതാണ് അയാൾക്ക് ഉത്തമം. പക്ഷെ നമ്മൾ കാണുന്നൊരു സംഗതി നേരെ ഓപ്പോസിറ്റ്. ജമാഅത്തുകൾക്ക് കൃത്യത പാലിക്കാത്തവനും ഈ സുന്നത്തിന് ഭയങ്കര ഗൗരവം കാണിക്കുന്ന ഒരു കാലഘട്ടമായി മറിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണം. 5 നേരത്തെ നിസ്കാരമാണ് ഏറ്റവും പ്രധാനം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹുവിൻ്റെ ഖുർആന്റെ പ്രയോഗമാണ്. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് 5 നേരത്തെ നിസ്കാരം. അപ്പോൾ റമദാനിൽ അത് ഒഴിവാക്കരുത്, ശ്രദ്ധിക്കണം. മൂന്നാമത്തത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക, ഓതിക്കൊണ്ടേയിരിക്കുക. ഏറ്റവും കൂടുതൽ ഓതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഖുർആനാണെന്ന് പറയാം. കാരണം റമദാനിൽ ഖുർആനാണ് ഏറ്റവും കൂടുതൽ ഓതേണ്ടത്. 2 രൂപത്തിൽ ഓതണം. 2 രൂപത്തിൽ ഓതണം. ഒന്ന്, സാധാരണ രൂപത്തിൽ നമ്മൾ ഓതുന്ന ഖത്മ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പാരായണം. ഖത്മ തീർക്കാൻ 1, 2, 3 എത്രയാണോ കഴിയുന്നത് ഒരു മാസത്തിൽ തീർക്കാൻ, അത്രയും ഖത്മുകൾ തീർത്തോളൂ. വലിയ പ്രതിഫലമാണ്. കാരണം ഒരു അക്ഷരത്തിന് 10 കൂലിയുണ്ട്. ഒരക്ഷരത്തിന് 10 കൂലിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബ ഖുർആനുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുമ്പോൾ എത്ര പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക? ഖുർആൻ ഓതുക ഒന്നാമത്തെ രൂപം അതാണ്. രണ്ടാമത്തെ രൂപം കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഖുർആനിൻ്റെ അർത്ഥം അറിഞ്ഞു ഓതുക. അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാം.
അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പണി അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വെച്ച് ഒരായത്തെങ്കിലും ഓതുക എന്നുള്ളത്. ഒരായത്തെങ്കിലും വായിച്ചു നോക്കുക. പലപ്പോഴും നമ്മൾക്ക് ഈ ആനക്ക് ആനൻ്റെ വലിപ്പറിയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ വലിപ്പം നമുക്കറിയില്ല. അമാനി മൗലവിയുടെ തഫ്സീർ ഞാൻ എത്ര പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് പറയുന്നത് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥം. ഇബ്നു കസീർ, ത്വബരി, ഖുർത്തുബി, ബൈളാവി, റാസി, ഖാസിൻ, ജലാലൈനി, ഇങ്ങനെ എണ്ണിയാൽ എത്ര അറബി തഫ്സീറുകളുണ്ടോ ആ തഫ്സീറുകൾ മുഴുവനും റഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റു ചില തഫ്സീറുകളും ആധുനിക തഫ്സീറുകളുടെ കൂട്ടത്തിൽ പറയുന്ന തഫ്സീറുൽ മറാഗി അടക്കം അതിൻ്റെ സത്തയാണ് അമാനി തഫ്സീറിലൂടെ വായിക്കുക. അതൊരു പണ്ഡിതൻ മാത്രമല്ല, ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ബൃഹത്തായ പണിയും അവസാനം അമാനി മൗലവിയുടെ ജുഹുദ് കൃത്യമായി കാണുന്നൊരു ഗ്രന്ഥം. അതിങ്ങനെ വായിക്കുമ്പോൾ ഒരായത്തും അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന മഹാറത്ത് ചെറുതല്ല. പക്ഷെ അതെന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ നോക്കി നടക്കാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു ദിവസം ഒരായത്തെങ്കിലും അങ്ങനെ വായിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഖുർആൻ വെറുതെ പോവുക, അതങ്ങനെ ഓതിക്കോളി, എത്രയും ഒരായത്തെങ്കിലും ഈ മഹാറത്തായിട്ട് പറയണം. റസൂലുള്ള പറഞ്ഞ വാദകാണ്, വല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ ശഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ അതിൻ്റെ മഹാറത്തോടുകൂടി എന്ന് പറഞ്ഞാൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഓതുകയാൽ പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പം സ്ഥാനമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമാ നമസ്കാരം, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ലെൻത ഖുർആൻ, ലോകത്തുടനീളം നടക്കുന്ന ഖുർആൻ പഠന സെഷനാണ് ലെൻത ഖുർആൻ. അതിൻ്റെ ഈ വർഷത്തെ അതിൻ്റെ പാഠ്യപദ്ധതി സൂറത്തു സ്വാദ്, സൂറത്തു സുമർ, സൂറത്തു ഗാഫിറാണ്. 3 അധ്യായങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ വേണം. ഇൻഷാ അല്ലാഹ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തു ഗാഫിർ നമ്മൾ ഇവിടുന്ന് ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കുക, വലിയ നിർബന്ധമുള്ളവർക്ക് പോവുക, നിർബന്ധമില്ലാത്തവർ ഇരിക്കുക. സൂറത്തുൽ ഗാഫിറിൻ്റെ കുറച്ച് ആയത്തുകൾ നമുക്ക് വായിക്കുകയും ആശയവും അർത്ഥവും മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ റമളാനിൽ ഒരു ദിവസത്തിൽ ഒരായത്തെങ്കിലും അങ്ങനെ ഓതുക. നാലാമത്തത് റമളാനിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ അത് നിരന്തരമായി വർദ്ധിപ്പിക്കുക. എല്ലാ ദിവസവും തൗബ ചെയ്യുക. പ്രത്യേകമായി അറേഞ്ച് ചെയ്തിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു അറേഞ്ച്ഡ് പരിപാടിയല്ല ഈ തൗബ എന്ന് പറയുന്നത്. ഓരോ ദിവസത്തെയും അവസാനിക്കുമ്പോൾ കിടക്കപ്പായി നിന്ന് തൗബ ചെയ്തിട്ട് അങ്ങോട്ട് ഉറങ്ങിക്കോളി. ഖലാസ്, കഴിഞ്ഞു. ആണ് മരിക്കാണ് തൗബ ചെയ്തിട്ടല്ലേ മരിച്ചിട്ടുള്ളൂ. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ കണിശമായും ചെയ്യണം, കണിശമായും ചെയ്യാൻ ശ്രമിക്കണം. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. അതുപോലെ തന്നെ പ്രത്യേകമായി ഞാൻ 2 ഖുതുബകൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. ദുആഉൽ കർബ്, വിഷമസന്ധിയിൽ നമ്മൾ എന്തൊക്കെ പറയണം, പ്രത്യേകമായി ചില പ്രാർത്ഥനകൾ നമ്മൾ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുകയും വായിക്കുകയും അതിങ്ങനെ നിരന്തരമായി ഈ റമളാനിൽ പ്രാർത്ഥിക്കുകയും വേണം. പ്രത്യേകിച്ച് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഉണർത്താനുള്ളത്, ഒരു നിർണായകമായ പോയിന്റിലാണ് നമ്മളുള്ളത്. ഒരു നിർണായകമായ പോയിന്റിലുള്ളപ്പോൾ റമളാൻ എപ്പോഴും നിർണായകമായ മേഖലകളിലൂടെ കടന്നു പോകാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിനിർണായകമായിരുന്നു ബദർ യുദ്ധം. ആ നിർണായകമായ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനയും സ്വഹാബത്തിന്റെ പ്രാർത്ഥനയും അർപ്പണബോധവും അള്ളാഹു അവർക്ക് സഹായം നൽകി. നമ്മൾക്കറിയാം, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഒരു നിർണായകമായ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. അള്ളാഹു ഒരുപക്ഷെ നമുക്ക് സൗകര്യപ്രദമാക്കി തന്നതാവാം അവർ നിശ്ചയിക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പ് ഒരു റമളാനിൻ്റെ സജ്ജമായ സന്ദർഭം. ഈ സന്ദർഭത്തെ ഉപകാരപ്പെടുത്താൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരന്തരമായി റബ്ബിനോട് ദുആ ഇറക്കണം.
നിരന്തരമായി അള്ളാഹുവിലേക്ക് നമ്മുടെ പരാതികൾ എത്തണം. ശക്തമായി റമളാനിന്റെ പകലുകളിലും രാത്രികളിലും ചെയ്യാവുന്നിടത്തോളം ഇസ്തിഗ്ഫാറുകളും പ്രാർത്ഥനകളും ദിക്റുകളും ശക്തമാക്കി വെച്ചോ, ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അത് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബേജാറല്ല നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന പ്രക്രിയ കൂടുതൽ കൃത്യമായി ചെയ്യണമെന്നാണ് സാന്ദർഭികമായി ഉണർത്തുന്നത്. അപ്പോൾ ദിക്റുകളും അതുപോലെ ദുആകളും ഒക്കെ നിരന്തരമായി ചെയ്യണം. അള്ളാഹു പരിഗണിക്കൂല കേട്ടോ നമ്മളെ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാൻ അള്ളാഹു പറഞ്ഞെന്താ? അള്ളാഹു പറഞ്ഞത് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളെ ദുആ ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുന്നില്ല. ശരിക്കും ദുആയിരുന്നോളി. കൈകൾ ഉയർത്തി, കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോളൂ. നിരന്തരമായി ദുആ ചെയ്തു അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാ. പരിശുദ്ധ റമളാനും രാത്രിയും പകലുമെല്ലാം പ്രത്യേകിച്ച് അത്താഴത്തിന്റെ സമയത്തുള്ള ഇസ്തിഗ്ഫാർ മറക്കരുത്. നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയും അതിനുശേഷമുള്ള പ്രാർത്ഥനയും മറക്കരുത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാനത് മറന്നുപോകൽ അബദ്ധമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് പറയുന്നു, അത് കൃത്യമായി ഓർത്തു വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. കൃത്യമായ ശ്രദ്ധയുണ്ടാവണം. അഞ്ചാമത്തതാണ് ഇഫ്താറു സ്വായിം. ഒരു വലിയ പ്രോജക്റ്റാണത്. ഇഫ്താറു സ്വായിം, നോമ്പ് തുറപ്പിക്കുക എന്നത്. നോമ്പ് തുറപ്പിക്കുക എന്നത് പലപ്പോഴും നോമ്പ് തുറപ്പിക്കാൻ ആളുകൾ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കരുതലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബികൾ പ്രവാചകനെടുത്ത് പരാതി പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞെന്താ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കീർ കൊടുത്താലും മതി എന്ന്. ഈത്തപ്പഴത്തിൻ്റെ കീറെങ്കിലും കൊടുക്കുക. പള്ളികളിൽ നോമ്പ് തുറ ഉണ്ടാകും, അവർക്ക് ഈത്തപ്പഴമോ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നവരായി. ഒരു ദിവസം ഒരാളെങ്കിലും നോമ്പ് തുറപ്പിക്കണം. നമ്മൾ പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളെ അറിഞ്ഞ് പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അത് പള്ളികളിലോ വീടുകളിലോ എവിടെയാണോ സൗകര്യം ചെയ്യുന്നത് അത് ചെയ്യണം. ഈ റമളാനിൽ 2-3-4 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇഷ്ടംപോലെ ദിവസങ്ങൾ ഇങ്ങനെ നിവർന്ന് കിടക്കാണ്. ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ കഴിയുന്നിടത്തോളം ചെയ്യുക. അതിനൊരു വലിയ ഭണ്ഡാരമൊന്നും വേണ്ട, ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കിയൊന്നും കൊടുക്കൊന്നുമില്ല. ചെറിയ രൂപത്തിൽ കൊടുത്താലും നോമ്പ് തുറപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകതാണ്. മഹാനായ സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചവൻ്റെ പ്രതിഫലം എത്രയാണോ അത് തന്നെ ഇവാൾക്കും കിട്ടും എന്നാണ്. അതുകൊണ്ട് റമളാനിൽ 60 നോമ്പെടുത്ത പ്രതിഫലം വേണോ? നമ്മളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. നമ്മളാണ്. ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, എത്ര എടുത്താൽ എത്ര കിട്ടും, എത്ര കിട്ടിയാൽ എത്ര കിട്ടും, അപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയി എങ്ങനെ കിട്ടും, അങ്ങനെ കണക്കൂട്ടലില്ലേ? ആ കണക്കൂട്ടൽ അമൽ സാലിഹാത്തിലേക്ക് കൊണ്ടുപോവാ. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ 30 ദിവസം ആകുമ്പോൾ 30 നോമ്പിൻ്റെ അപ്പോൾ എനിക്ക് റമളാനിൽ കിട്ടിയത് 60 നോമ്പിൻ്റെ പ്രതിഫലം. പോരാ, 2 ആളാക്കാം. അപ്പോൾ വീണ്ടും കൂടി പിന്നെ കൂടും. എത്രയാണോ അത്രയും പോരട്ടെ എൻ്റെ മീസാനിലേക്ക്. ഞാൻ ഇവിടുന്ന് മരിച്ചാൽ ഈ റമളാനിൽ ഇത്രയും പ്രതിഫലമായിട്ട് എനിക്ക് പോകാമല്ലോ. അത് നമ്മൾ നോക്കേണ്ടതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി ഉണർത്തുകയാണ്. 6ാമത്തേതാണ് ഇഅ്തികാഫ് ചെയ്യാൻ. ഇഅ്തികാഫ് ഇരിക്കുക, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ, കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെടുക. ഞാൻ ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അവസാനത്തെ 10 ദിവസങ്ങളിലെ ഇഅ്തികാഫാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ അതിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്, ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുക എന്നത് തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പള്ളിയിൽ കഴിഞ്ഞുകൂടുക. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുമായി പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അത് ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും വേണം. ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളിയിൽ പോയിട്ടുണ്ടോ, നിക്കരിച്ചിട്ടുണ്ടോ, ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ്. ഹദീസിൽ സ്വഹീഹായ ഹദീസിൽ കാണുന്ന ഒരു വാചകം ആയിഷ ബീവി പറയാണ്. ആയിഷ ബീവി എന്താ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന യഅ്തഖിഫുൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ ഹത്ത തവഫാഹുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ റമളാൻ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു പള്ളിയിൽ. അപ്പോൾ ആരുണ്ട് കൂടെ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട് കൂടെ.
റസൂലുള്ളാഹിന്റെ ഭാര്യമാരെല്ലാം പള്ളിയിലുണ്ട്. ഇഅ്തികാഫ് 10 ദിവസം പള്ളിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജുമുഅ എന്തായാലും വരൂലേ? ഒരു ജുമുഅ എന്തായാലും വരൂലേ? അപ്പൊ കണക്ക് നോക്കാതെ പറയാൻ ജുമുഅയ്ക്ക് അവർ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. കാരണം ഇഅ്തികാഫിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ജുമുഅയ്ക്ക് പുറത്തു പോകാൻ പാടുണ്ടോ? നിയമമുണ്ടോ? പള്ളിയിൽ തന്നെ കഴിഞ്ഞു വിടണമെന്നല്ലേ? 5 നേരത്തെ നിസ്കാരങ്ങൾ പള്ളിയിലാണ് നിർവഹിച്ചത്. ഇനി റസൂലുള്ളാഹി ഉള്ളപ്പോൾ ചെയ്തതാണ്, വഫാത്തായതിനു ശേഷം ചെയ്തിട്ടില്ല. അതേ വാചകത്തിൽ ആയിഷ ബി പറയുന്നു, നബി തങ്ങൾ വഫാത്തായി പോയതിനു ശേഷവും അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. ഇഅ്തികാഫ് പള്ളിയിലേ പറ്റൂ, വീട്ടിൽ പറ്റൂല. അപ്പൊ ക്ലിയറാണ്, സ്ത്രീകൾക്കും ഇഅ്തികാഫ് സുന്നത്താണ്, അവരും ഇഅ്തികാഫിരിക്കണം. വലിയ പ്രതിഫലമുണ്ട് അതിന്. പള്ളിയിൽ കഴിഞ്ഞുകൂടുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ ഇരിക്കാവുന്നിടത്തോളം സമയം ഇരിക്കാം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളെ പറഞ്ഞപ്പോൾ ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാളുടെ ഖൽബ് പള്ളിയുമായി ഇണക്കപ്പെട്ടതാണ്, ബന്ധിക്കപ്പെട്ടതാണ്. എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പള്ളിയിലിരിക്കുക, പള്ളിയുടെ കാര്യങ്ങൾ എപ്പോൾ നോക്കിയാലും അതൊരു വല്ലാത്ത മനസ്സാണ്. ഈ റമളാനിൽ കഴിയുന്നിടത്തോളം പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ ശ്രദ്ധിക്കണമെന്നുണർത്തുന്നു. 7-മത്തത് രാത്രി നമസ്കാരത്തെ കൃത്യമായി കൊണ്ടുപോവുക. ഇതെല്ലാം ചെയ്തു വരുന്ന ആളുകൾ രാത്രി നിസ്കാരത്തെയും കൃത്യമായി കൊണ്ടുപോകണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ്. പുണ്യകർമ്മങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി ഹയാത്താക്കുക എന്നത്. അതങ്ങനെ തന്നെ ശ്രദ്ധയോടെ കൊണ്ടുപോകണം എന്നതുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ നമ്മൾ ഗൗരവത്തോടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 8-മത്തത് ലൈലത്തുൽ ഖദറിനെ പ്രത്യേകം പ്രതീക്ഷിക്കുക എന്നതാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളെ ഹയാത്താക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാനത് കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ ഗൗരവത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. 9-മത്തത് ഉംറ നിർവഹിക്കുക എന്നതാണ്. പരിശുദ്ധ റമളാനിൽ സാധിക്കുമെങ്കിൽ ഉംറക്ക് പോവുക. ഇന്ന് ഉംറ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അവനവൻ്റെ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്ത് പോകാവുന്ന ഒരു സൗകര്യത്തിലേക്ക് സൗദി ഗവൺമെൻറ് ഈ പ്രവർത്തനത്തെ മാറ്റിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലിരുന്ന് ബുക്ക് ചെയ്ത് സ്വന്തമായി പോയി ഒരു ബേജാറുമില്ല. അവിടെ ചെന്നിറങ്ങിയാൽ, പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ പ്രത്യേക വാഹനം നമ്മളെ കൊണ്ടുപോകാൻ ആരും വേണ്ട. അതിന് പ്രത്യേകമായി ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ഫ്രീ വാഹനമുണ്ട് അവിടെ. ആ വാഹനത്തിൽ പോയി കയറി കഅബാലയത്തിൻ്റെ മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് പോയി ഇറങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയിട്ട് റൂം ബുക്ക് ചെയ്യാം, അവിടെ കഴിഞ്ഞുകൂടാം, തിരിച്ചും പോരാം. വളരെ ഈസി. ഇത്രയും എളുപ്പമായി യാത്രാ സൗകര്യം ഭംഗിയാക്കിയിട്ടുണ്ട് സൗദി ഗവൺമെൻറ്. കഴിയുമെങ്കിൽ പരിശുദ്ധ റമളാനിലെ ദിവസങ്ങളിൽ ഉംറ നിർവഹിക്കാൻ കഴിയുകയാണെങ്കിൽ പുണ്യം വലുതാണ്. റസൂൽ പറഞ്ഞ 2 ഹദീസുകൾ ചേർത്ത് വെച്ചാൽ അതിൻ്റെ അത്ഭുതം മനസ്സിലാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമളാനിലെ ഉംറ ഹജ്ജിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തതുപോലത്തെ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്ന്. അങ്ങനത്തെ വലിയ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനിൽ സാധിക്കുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമാണ് ഉംറ നിർവഹിക്കുക എന്നത്. 10-മത്തത് ധാരാളമായി സ്വതക്ക കൊടുക്കുക എന്നതാണ്. ധാരാളമായി സ്വതക്ക കൊടുക്കുക. പരിശുദ്ധ റമളാനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വതക്ക കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫലമുണ്ട് അതിന്, അത്രയും പ്രതിഫലമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ നമ്മുടെ IMB-യുടെ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, 500 റുപ്യ ഒരാൾ കൊടുക്കുമ്പോൾ
നോർമൽ പ്രതിഫലം എന്ന നിലക്ക് ലഭിക്കാൻ 3.5 ലക്ഷം ഉറുപ്പികയുടെ പ്രതിഫലമാണ് കിട്ടുക. അത് അള്ളാഹു ഇരട്ടിയായി കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് 7 ലക്ഷം ഉറുപ്പികയുടെ പ്രതിഫലമായി. റമളാനിൽ അതിൻ്റെ പ്രതിഫലം 700 ഇരട്ടി വരെയാണ്. അല്ലാഹു അക്ബർ. എനിക്കത് കണക്കൂട്ടാൻ കഴിയില്ല കേട്ടോ. 700 ഇരട്ടി വരെ പ്രതിഫലത്തിലേക്ക് പോവാണ്. അപ്പോൾ എത്രയാണ് കടന്നു പോവുക? ഇനി 700 ഇരട്ടി കൊണ്ട് തീരുന്നില്ല, അതിനപ്പുറത്തേക്ക് എത്രയാണോ അത്രയ്ക്കും അള്ളാഹു ഉദ്ദേശിച്ച എത്രയാണോ അത്രയും ലഭിക്കും. ധാരാളം ഇരട്ടികൾ കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അല്ലാഹ് കളവ് പറയോ? അല്ലാഹ് കളവ് പറയോ? ഇല്ല. വമൻ അസ്തഖു മിനല്ലാഹി ഹദീസൻ വമൻ അസ്തഖു മിനല്ലാഹി ഖീല. അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവനില്ല, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ വർത്തമാനം പറയുന്നവനില്ല എന്നല്ല പറയാം. അതുകൊണ്ട് കിട്ടാവുന്ന കയ്യിൽ എന്താ ഉള്ളത് കൊടുത്തോളി. കയ്യിൽ എന്താ ഉള്ളത് കൊടുക്കുക സ്വതക്കയായിട്ട്. അതെല്ലാവരും കൊടുക്കണം. ബിലാലിനോട് കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ എന്നോട് കൊടുക്കാണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്നോട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒഴിവാകുമോ? നമ്മളൊക്കെ എന്താ പറയാ, പണക്കാർ കൊടുക്കേണ്ടതാണ്, അത് സക്കാത്താണ്, അത് സമ്പത്തുള്ള ആളുകൾ കണക്കൂട്ടി കൊടുക്കുന്നത്. സദക്ക അങ്ങനല്ല. സ്വതക്ക കയ്യിലുള്ളവൻ അവൻ്റെ കയ്യിൽ നിന്ന് ചെലവഴിക്കണം. അത് അവൻ്റെ കണക്ക് നോക്കിയിട്ടല്ല, ഉള്ളത് ചെലവഴിക്കുക എന്നതാണ്. എല്ലാവർക്കും ബാധകമായതാണ്, എല്ലാവർക്കും ബാധകമാണ്. അതെത്രയാണ് കൊടുക്കുന്നൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒരിക്കൽ ആടിനെ അറുത്തപ്പോൾ ആടിൻ്റെ മാംസമൊക്കെ ഇങ്ങനെ വിതരണം ചെയ്തു ആയിഷ ബീവി എല്ലാവർക്കും. നബി തങ്ങൾ പറഞ്ഞു ആളുകൾക്ക് കൊടുക്കട്ടോ, കൊടുത്തു. അവസാനം ഒരു കുളമ്പിൻ്റെ ഭാഗം മാത്രം വീട്ടിലേക്ക് ഉപയോഗത്തിനെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു പറഞ്ഞു, നബിയെ നമുക്കൊരു കുളമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തുക്കണം കേട്ടോ എന്ന്. ബാക്കിയൊക്കെ പോയി, എല്ലാം കൊടുത്തു പോയിട്ടുണ്ടെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുളമ്പ് മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കുളമ്പ് മാത്രം സ്വതക്ക ചെയ്തില്ല, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടൂല, നമ്മൾ തിന്നതിൻ്റെ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ആ പോയതെല്ലാം നമുക്ക് വിലമതിക്കാത്ത പ്രതിഫലങ്ങളായി വരും എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമളാനിലെ മുവാസാത്ത് കൂട്ടിക്കളി, കൈ ഇങ്ങനെ കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീന് അത് നമ്മളോട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് കൊടുക്കുക. അതുകൊണ്ടാണ് റമളാനിലെ ഉച്ചക്കും പിരിവുണ്ടാവും, വൈകുന്നേരം പിരിവുണ്ടാവും. ഈ വരുന്ന ആളുകളൊക്കെ എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട്, ദീനീയായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ട്, പള്ളികളുടെ പ്രവർത്തനത്തിന് വരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന 1 ഉറുപ്പിക ഏതെങ്കിലും ഒരു പള്ളിയുടെ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുമെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന നന്മകളുടെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടൂലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത പ്രതിഫലമല്ലേ? അതുകൊണ്ട് സ്വതക്കകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊള്ളുക. 11ാമത്തത് റമളാൻ അവസാനിക്കുന്ന സന്ദർഭത്തിൽ കടന്നു വരുന്ന സക്കാത്തുൽ ഫിത്റാണ്. അത് അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി നൽകപ്പെടേണ്ടതാണ്. അത് സൂര്യാസ്തമയത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് ജനിച്ച കുട്ടികൾ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും അത് സക്കാത്തുൽ ഫിത്ർ കണക്ക് കൂട്ടി കൊടുക്കേണ്ടതാണ്. അതെല്ലാവരും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഹുക്കുമുകളൊക്കെ പിന്നീട് നമുക്ക് പറയാം. 12ാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ തർത്തീബുകളുണ്ടല്ലോ, പുണ്യകർമ്മങ്ങൾ, അത് കഴിയുന്നത്ര എല്ലാ ദിവസവും നിത്യമായി ചെയ്യാൻ ശ്രമിക്കാം, നിത്യമായി കൊണ്ടുപോകാൻ കഴിയുക. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുൽ അഅ്മാലി അദ്വമുഹാ വ ഇൻ ഖല്ല എന്നാണ്. കർമ്മങ്ങളിൽ ഏറ്റവും നല്ലത് നിത്യമായി ചെയ്യുന്നത്, ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിലെ ഈ അമലുകളെല്ലാം വളരെ കൃത്യമായി ഓരോരുത്തരും അവനവൻ്റെ രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമാക്കി പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണം. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത റമളാൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ റമളാൻ ഉപകാരപ്പെടുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ചങ്കുവട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്കയാണ്. നമ്മളെല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതിനോട് സഹായിക്കണം, സഹകരിക്കണമെന്ന് കൂടി ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സഹായം അനുഗ്രഹം നൽകുമാറാവട്ടെ. ഗസയിലെ മുസ്ലിമീങ്ങളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.